أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എല്ലാ അഹമ്മദികൾക്കും അറിയുന്നതുപോലെ ഫെബ്രുവരി 20 ജമാഅത്തിനകത്ത് മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനത്തെ അനുസ്മരിച്ചുള്ള പരിപാടികൾ നടത്താറുണ്ട്. അത് സംബന്ധിച്ച് ജമാഅത്തുകളിൽ യോഗങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഫെബ്രുവരി 20 ആകാൻ ഇനിയും 2-3 ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ഇന്നത്തെ ഖുതുബയിൽ ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വിവരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പ്രവചനം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ വളരെയധികം ഗുണഗണങ്ങളോട് കൂടിയ ഒരു മകൻ ജനിക്കും എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായവും പിന്തുണയും ആ മകന് ലഭിക്കും എന്നെല്ലാം ഉള്ള പ്രവചനത്തെക്കുറിച്ചാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഈ പ്രവചനത്തെ ഇങ്ങനെ വിവരിക്കുന്നു: ബി ഇൽഹാമില്ലാഹി തആല വ ആലാമിഹി അസ്സ വജൽ. പരമകാരുണികനും കരുണാമയനും അതിശ്രേഷ്ഠനുമായ അള്ളാഹു, അവൻ എല്ലാ കാര്യങ്ങൾക്കും ശക്തനാണ്. അവൻ്റെ പ്രതാപം മഹത്വപൂർണവും അവൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതുമാണ്. അവൻ എന്നെ ഇൽഹാം വെളിപാട് മുഖേന അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിനക്ക് ഒരു കാരുണ്യത്തിൻ്റെ അടയാളം നൽകുന്നു. അത് നീ എന്നോട് ചോദിച്ചത് അനുസരിച്ചാണ്. അങ്ങനെ ഞാൻ നിന്റെ വിലാപങ്ങൾ കേൾക്കുകയും നിന്റെ പ്രാർത്ഥനകൾക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യ മുഖേന സ്വീകാരം നൽകുകയും നിന്റെ യാത്ര ലുധിയാനയിൽ നിന്നും ഹോഷിയാർപൂരിലേക്കുള്ള യാത്ര നിനക്ക് അനുഗ്രഹകരമാക്കുകയും ചെയ്തിരിക്കുന്നു. അത്ഭുത ശക്തിയുടെയും ഔദാര്യത്തിൻ്റെയും സായുജ്യത്തിൻ്റെയും അടയാളം നിനക്ക് നൽകുന്നു. വരപ്രസാദത്തിൻ്റെയും അനുഗ്രഹ വായ്പിൻ്റെയും അടയാളം നിനക്ക് ലഭിക്കാൻ പോകുന്നു. വിജയങ്ങളുടെ കുഞ്ചിക നിനക്ക് കരസ്ഥമാകുന്നു. അല്ലയോ ജയശാലി, നിനക്ക് സമാധാനം. ജീവിതത്തെ ആഗ്രഹിക്കുന്നവർക്ക് മരണത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷ ലഭിക്കാനും ഖബറുകളിൽ മറവു ചെയ്യപ്പെട്ടവർ പുറത്തു വരുമാറാകാനും ഇസ്ലാം മതത്തിൻ്റെ മേന്മയും ദൈവവചനത്തിൻ്റെ പെരുമയും ജനങ്ങൾക്ക് വെളിപ്പെടുന്നതിനും ഞാൻ സർവശക്തനും ഇച്ഛിക്കുന്നതൊക്കെ ചെയ്യുന്നതിനുമാണെന്നും ലോകത്തിന് മനസ്സിലാക്കി തരുന്നതിനും ഞാൻ നിന്നോടൊപ്പമാണെന്ന് അവർക്ക് ദൃഢബോധ്യം വരുന്നതിനും ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിൻ്റെ മതത്തെയും ഗ്രന്ഥത്തെയും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിഷേധിക്കുകയും കള്ളവാദിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവർക്കും തുറന്ന ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിനും കുറ്റവാളികളുടെ മാർഗം വെളിപ്പെടുമാറാകുന്നതിനും വേണ്ടിയത്രേ ഇപ്രകാരം അരുളിയിട്ടുള്ളത്. ആകയാൽ നിനക്ക് സുവിശേഷം ഇരിക്കട്ടെ. പ്രതാപവാനും പരിശുദ്ധനുമായ ഒരു പുത്രൻ നിനക്ക് നൽകപ്പെടും. ഒരു പാവന പുത്രൻ നിനക്ക് ലഭിക്കുന്നതാണ്. ആ കുട്ടി നിന്റെ ബീജത്തിൽ നിന്നും നിന്റെ സന്തതിയിൽ നിന്നും ഉള്ള അവൻ തന്നെയായിരിക്കും. സുന്ദരനായ ഒരു പരിശുദ്ധ സുതൻ നിന്റെ വിരുന്നുകാരനായി വരുന്നു. അവൻ്റെ പേർ ഇമ്മാനുവേൽ എന്നും ബഷീർ എന്നുമാണ്. അവന് പാവനമായ ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അശുദ്ധികളിൽ നിന്നെല്ലാം അതീതനായിരിക്കും. അവൻ നൂറുള്ള, അതായത് ദൈവത്തിൻ്റെ പ്രഭയായിരിക്കും. ആകാശത്തിൽ നിന്ന് വരുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ വരവോടുകൂടി വരുന്നവനോടൊപ്പം അനുഗ്രഹമുണ്ട്. അവൻ പ്രതാപവും പ്രഭാവവും ഐശ്വര്യവും ഉള്ളവനായിരിക്കും. അവൻ ലോകത്ത് വന്ന് തൻ്റെ മസീഹി ഗുണവും റൂഹുൽ ഹക്കിൻ്റെ
സത്യാത്മാവിന്റെ അനുഗ്രഹവും മുഖേന അനേകരുടെ രോഗത്തെ സുഖപ്പെടുത്തും. അവൻ കലിമത്തുള്ള അഥവാ അള്ളാഹുവിന്റെ വചനമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹവും അവനെ മഹത്വത്തിന്റെ വചനത്താൽ അയച്ചിരിക്കുന്നു. അവൻ വലിയ ബുദ്ധിശാലിയും കാര്യജ്ഞനും സഹനശീലനുമായിരിക്കും. ലൗകികവും ആത്മീയവുമായ വിദ്യകളാൽ നിറക്കപ്പെടും. അവൻ മൂന്നിനെ നാലാക്കുന്നവനായിരിക്കും. തിങ്കളാഴ്ചയാണ് അനുഗ്രഹപൂർണമായ തിങ്കളാഴ്ച. മൂന്നിനെ നാലാക്കുന്നവനായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും തിങ്കളാഴ്ച, അനുഗ്രഹപൂർണമായ തിങ്കളാഴ്ച, വാത്സല്യപുത്രൻ, മഹാഭാഗ്യവാനായുള്ളവൻ, ആദ്യന്തരഹിതനായ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനവും സത്യത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയും നിലയനവും ആയുള്ളവൻ, അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ പോലെ അവൻ്റെ ആവിർഭാവം എത്രയും അനുഗ്രഹീതവും ദൈവത്തിൻ്റെ പ്രതാപം വെളിപ്പെടുത്തുന്നതിന് കാരണവുമായിരിക്കും. ഏതൊരുവനെ ദൈവം തൻ്റെ അഭീഷ്ടമാകുന്ന പരിമളം കൊണ്ടും പരിലിപ്തനാക്കിയിരിക്കുന്നുവോ ആ പ്രഭാശാലി, ആ നൂർ വരുന്നു. നാം നമ്മുടെ വചനം അവനിൽ ആക്കും. അവൻ്റെ തലക്കുമീതെ ദൈവത്തിൻ്റെ നിഴലുണ്ടായിരിക്കും. അവൻ വേഗം വേഗം വളർന്നു വരികയും ബന്ധനസ്ഥരുടെ മോചനത്തിന് കാരണമാവുകയും ചെയ്യും. ഭൂമിയുടെ കോണുകളിലെല്ലാം അവൻ്റെ പ്രകീർത്തി പ്രാപിക്കും. ജാതികൾ അവങ്കിൽ നിന്നും അനുഗ്രഹം കൈക്കൊള്ളും. അനന്തരം അവൻ സ്വർഗത്തിൽ തനിക്കുള്ള ആത്മസ്ഥാനത്തേക്ക് കരയേറ്റപ്പെടും. ഇത് വിധിവിദിതമായ കാര്യമാണ്. അങ്ങനെ ഈ പ്രവചന പ്രകാരം നിശ്ചിത കാലത്തിനുള്ളിൽ അദ്ദേഹം നിശ്ചയിച്ച കാലത്തിനുള്ളിൽ തന്നെ ആ മകൻ ജനിച്ചതായി അദ്ദേഹം വിളംബരപ്പെടുത്തി. ആ കുട്ടിയുടെ പേര് ഹസരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് എന്നായിരുന്നു. അതായത് അദ്ദേഹത്തെ അള്ളാഹു ഖലീഫത്തുൽ മസീഹ് സാനി എന്ന പദവിയും നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. പിന്നെ ഒരു നീണ്ട കാലശേഷം അദ്ദേഹം അള്ളാഹുവിൽ നിന്നുമുള്ള അറിയിപ്പ് ലഭിച്ചതിന് ശേഷം ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം പ്രവചിച്ച വാഗ്ദത്ത സുതൻ അല്ലെങ്കിൽ വാഗ്ദത്ത പരിഷ്കർത്താവ് താൻ തന്നെയാണെന്ന് വിളംബരപ്പെടുത്തുകയുണ്ടായി. ഈ പുത്രനെ കുറിച്ച് അള്ളാഹു ആത്മീയവും ഭൗതികവുമായ വിജ്ഞാനങ്ങളാൽ നിറക്കപ്പെടുമെന്നും അതുപോലെ ദിഷണാശാലിയും ബുദ്ധികൂർമ്മതയുള്ളവനുമായിരിക്കുമെന്നും അതുപോലെ മറ്റു പല സവിശേഷതകൾ ഉള്ളവനായിരിക്കുമെന്നും പറഞ്ഞിരുന്നു. അതുപോലെ സ്വന്തക്കാർ മാത്രമല്ല അന്യരും അതെല്ലാം സമ്മതിക്കുന്നതാണെന്നും പറഞ്ഞിരുന്നു. അവർ അത് നല്ലതുപോലെ അറിയുകയും അന്യരായ ആളുകൾ അത് വ്യക്തമായും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഈ സമയത്ത് ഞാൻ ഹസരത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനികവും മറ്റു തലങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളിൽ ചിലതിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ്. ഞാൻ ഈ കേൾപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ആരോഗ്യപരമായി വളരെ ക്ഷയിച്ച നിലയിലുള്ളതായിരുന്നു. രോഗങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞു പോയത്. കാഴ്ചയ്ക്കും പ്രയാസമുണ്ടായിരുന്നു. കുറച്ചു കാലം ഒരു കണ്ണിന് തീർത്തും കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഭൗതിക വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഒട്ടുമില്ലെന്ന് തന്നെ പറയാം. അദ്ദേഹം സ്വയം പറഞ്ഞതുപോലെ എൻ്റെ വിദ്യാഭ്യാസം പ്രൈമറി തലത്തിൽ വരെ മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ടായിരുന്നു. അദ്ദേഹം ആത്മീയവും ഭൗതികവുമായ വിജ്ഞാനങ്ങളാൽ നിറക്കപ്പെടും എന്നായിരുന്നു വാഗ്ദാനം. അതുകൊണ്ട് വളരെ പ്രൗഢഗംഭീരവും ബുദ്ധിയെ വിസ്മയിപ്പിക്കുന്നതുമായ പ്രഭാഷണങ്ങൾ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ട് നടത്തിപ്പിച്ചു. അതുപോലെ പകരം വെക്കാനില്ലാത്ത ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. അവയെക്കുറിച്ചൊക്കെ അന്യർ പോലും അംഗീകരിച്ചതാണ്. ഇന്ന് ഞാൻ ചില ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതാണ്. ഈ ഉദ്ധരണികൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ രചനകളുടെയും പ്രഭാഷണങ്ങളുടെയും ലേഖനങ്ങളുടെയും ഖുതുബകളുടെയും വൈജ്ഞാനിക സദസ്സുകളുടെയും എണ്ണത്തെയും അതുപോലെ വലിപ്പത്തെയും കുറിച്ച് കണക്കു വിവരങ്ങൾ സമർപ്പിക്കുന്നതാണ്. ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളും ലേഖനങ്ങളും സന്ദേശങ്ങളും ഒക്കെയായി ഏറെക്കുറെ മുഴുവനും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളത് പ്രസിദ്ധീകരിക്കാൻ സജ്ജവുമാണ്. അൻവാറുൽ ഉലൂം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ സമാഹാരമുണ്ട്. അതിന് ഒട്ടാകെ 38 വാള്യങ്ങളുണ്ട്. അവയുടെ എണ്ണം 1424 പ്രഭാഷണങ്ങളുടെ എണ്ണം. അതിലെ മൊത്തം പേജുകളുടെ എണ്ണം 20,340 ഏകദേശ കണക്കാണ് ഇത്. തഫ്സീർ കബീർ, തഫ്സീർ സഗീർ സഹിതം മറ്റ് തഫ്സീർ നോട്ടുകളും ഒക്കെ അടങ്ങിയാൽ 28,735 പേജുണ്ട്. 1808 ഖുതുബ ജുമാകൾ നിർവഹിച്ചിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ പേജുകളുടെ എണ്ണം 18,705 51 ചെറിയ പെരുന്നാൾ ഖുതുബകൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്.
അതിൽ 503 പേജുണ്ട്. അതുപോലെ വലിയ പെരുന്നാളിൻ്റെ 42 ഖുത്ബകൾ 405 പേജുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 150 നിക്കാഹ് ഖുത്ബകൾ 684 പേജുകളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഷൂറയിൽ നടത്തിയ പ്രഭാഷണങ്ങൾ 1 മുതൽ 3 വരെയുള്ള വാള്യങ്ങൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. അതിലെ പേജുകളുടെ എണ്ണം 2131 ഇതുകൂടാതെ മറ്റു പലതുമുണ്ട്. അതെല്ലാം കൂട്ടുകയാണെങ്കിൽ ഏകദേശം 75,000 പേജുകൾ ഇത് തന്നെ വരും. റിസർച്ച് സെൽ 1913 മുതൽ 1970 വരെയുള്ള അൽഹക്കമിൻ്റെയും അൽ ഫസലിൻ്റെയും ലക്കങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് കൂടുതൽ മാറ്റേഴ്സും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ ശ്രദ്ധയിൽപ്പെടാത്തത് മുന്നിൽ വന്നിട്ടുണ്ട്. അത് അൻവാറുൽ ഉലൂമിലെ ഒരു ഗ്രന്ഥത്തിലും ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊരു പുസ്തകത്തിലും പ്രസിദ്ധീകൃതമായിട്ടില്ല. അതിൻ്റെ വിശദീകരണ പ്രകാരം 55 ലേഖനങ്ങൾ അങ്ങനെയുണ്ട്. അതുപോലെ 27 പ്രസംഗങ്ങളും 143 വൈജ്ഞാനിക സദസ്സുകൾ മജാലിസ് ഇർഫാൻ, അതുപോലെ 222 ശീർഷകങ്ങളിൽ മൽഫൂസാത്തും 131 കത്തുകളും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ വൈജ്ഞാനിക ഭണ്ഡാരമാണിത്. ഇപ്പോൾ ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ വിശുദ്ധ ഖുർആന്റെ തർജ്മയും തഫ്സീറും സംബന്ധിച്ച് കുറച്ച് കണക്കുകളും അതുപോലെ അന്യരായ ആളുകൾ അതേക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളും സമർപ്പിക്കുന്നതാണ്. തഫ്സീർ കബീറിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു 59 സൂറത്തുകളുടെ തഫ്സീറാണ്, വ്യാഖ്യാനമാണ് ചെയ്തിട്ടുള്ളത്. അത് 10 വാള്യങ്ങളിൽ 5907 പേജുകൾ അടങ്ങിയതാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ നിരവധി തഫ്സീർ നോട്ടുകളും കിട്ടിയിട്ടുണ്ട്. അത് 1000-ഓളം പേജുകളുണ്ട്. അത് ഏതെങ്കിലും കാലത്ത് പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ തർജ്മയുടെ പ്രവർത്തനം തഫ്സീർ സഗീർ എന്ന പേരിൽ വലിയ പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ആയുസിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ആഗ്രഹം, സ്വന്തം ജീവിതത്തിൽ തന്നെ അദ്ദേഹം മുഖേന മുഴുവൻ വിശുദ്ധ ഖുർആന്റെയും നിലവാരമുള്ള അതുപോലെ ശൈലി ശുദ്ധിയുള്ള ഉറുദു തർജ്ജമയും ഹ്രസ്വമായ നോട്ടുകളും പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു. 1955 യൂറോപ്യൻ യാത്രക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പലപ്പോഴും വളരെ ദുർബലമായിരുന്നു. എന്നാൽ അള്ളാഹു തൻ്റെ വാഗ്ദത്ത ഖലീഫയെ റൂഹുൽ ഖുദ്സ് മുഖേന, പരിശുദ്ധാത്മാ മുഖേന ശക്തമായി പിന്തുണയ്ക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം 1956 ജൂൺ മാസത്തിൽ വേനൽക്കാലത്ത് മരി പർവ്വതത്തിലേക്ക് പോയി അവിടെ വിശുദ്ധ ഖുർആന്റെ തർജ്ജമ എഴുതിപ്പിക്കാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 1956 ആഗസ്റ്റ് 25 അസർ ആകുമ്പോഴേക്കും അവിടെ വെച്ച് അത് പൂർത്തിയായി. അവിടെ നഹ്ല എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ സുഖപ്രദമായ പ്രദേശമുണ്ട്. കലർ കഹാന്റെ അടുത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അവിടെയാണ് ഈ ജോലി നിർവഹിക്കപ്പെട്ടത്. തുടർന്ന് അത് 2-3 തവണ പുനഃപരിശോധിക്കുകയും എഴുതിപ്പിക്കുകയും പ്രൂഫ് റീഡിംഗ് മുതലായ കാര്യങ്ങൾ പൂർത്തിയാകുകയും ചെയ്തു. തഫ്സീർ സഗീർ 1957 നവംബർ 15 പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം മൗദ് തഫ്സീർ സഗീറിനെ കുറിച്ച് പ്രകാരം ഒരിടത്ത് പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഈ സമയം വരെയും ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ തർജ്ജമകളിൽ ഒന്നും തന്നെ ഇതിലുള്ളതുപോലെ അറബി ഉറുദു ശൈലികൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ ഉള്ള ശൈലി ഒത്ത തർജ്ജമ വന്നിട്ടില്ല. പൊതുവെയും നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ നോട്ട്സുകളിലും ആ ഒരു രീതി കാണാൻ സാധിക്കും. അദ്ദേഹം തർജ്ജമയിൽ ശൈലികളെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും മഹത്തായ ഒരു സേവനം ചെയ്യാൻ തൗഫീക്ക് നൽകിയത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. പറയുന്നു, അള്ളാഹു ഈ വൃദ്ധനും ദുർബലനുമായ വ്യക്തിയിലൂടെ ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങൾ വലിയ വലിയ ശക്തന്മാർക്ക് പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പറയുന്നു, കഴിഞ്ഞ 1300 വർഷങ്ങളിൽ വലിയ ശക്തരായ യുവാക്കൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു എനിക്ക് ആണ് ഇത് ചെയ്യാൻ തൗഫീക്ക് നൽകിയത്. അതുപോലെ മറ്റാർക്കും തന്നെ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെത് തന്നെയാണ്. അവൻ താൻ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നു. മറ്റൊരിടത്ത് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കരുണയും മുഖേന വിശുദ്ധ ഖുർആന്റെ മുഴുവൻ തർജ്ജമയും പൂർത്തിയായിരിക്കുന്നു. അതായത് അൽഹംദുലില്ലാ എന്ന് ആയത്ത് മുതൽ വന്നാസ് വരെയുമുള്ള തഫ്സീർ സഗീറിൻ്റെയും തഫ്സീർ കബീറിൻ്റെയും താരതമ്യം ചെയ്യുകയാണെങ്കിൽ പല വിഷയങ്ങളും തഫ്സീർ കബീറിൽ ഇല്ലാത്തത് ഹ്രസ്വമായി തഫ്സീർ സഗീറിൽ ഉണ്ട് എന്ന് കാണാൻ സാധിക്കുന്നതാണ്.
തഫ്സീർ ഖുർആൻ ഇംഗ്ലീഷിന്റെയും ഒരു പ്രധാന ജോലി പിന്നീട് പൂർത്തിയായി. 5 വോള്യൂം കമന്ററി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ തഫ്സീറിന്റെ ആരംഭത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദിന്റെ തൂലിക കൊണ്ട് വളരെ വിസ്മയകരമായ ഒരു ആമുഖവും ചേർത്തിട്ടുണ്ട്. അതിൽ മുൻകാല ദൈവിക ഗ്രന്ഥങ്ങളുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ഖുർആന്റെ ആവശ്യകതയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതത്തെയും ഖുർആൻ ക്രോഡീകരണത്തെയും ഖുർആൻ അധ്യാപനങ്ങളെയും കുറിച്ച് തികച്ചും മൗലികവും ഇതുവരെ ആരും പരാമർശിക്കാത്ത രീതിയിലും ഹൃദയഹാരിയായ നിലയിലും വെളിച്ചം വീശിയിട്ടുണ്ട്. ഈ ആമുഖത്തിന്റെ അവസാന ഭാഗത്തിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് നന്ദി പ്രകടനം എന്ന ശീർഷകത്തിൽ ഇപ്രകാരം എഴുതുന്നു: ഈ മുഖവരിയുടെ അവസാനത്തിൽ ഞാൻ മൗലവി ഷേർ അലി സാഹിബിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിലനിന്നിട്ടും ഇംഗ്ലീഷ് തർജ്ജമയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അനുപമമായ സേവനത്തെ വിലമതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മലിക് ഗുലാം ഫരീദ് സാഹിബ്, ഖാൻ ബഹാദൂർ ചൗധരി, അബുൽ ഹാഷിം ഖാൻ സാഹിബ് മർഹൂം, മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എന്നിവരും നന്ദി അർഹിക്കുന്നു. അവർ തർജ്ജമയിൽ എൻ്റെ വിവിധ പ്രസംഗങ്ങളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും ദർസുകളിൽ നിന്നും സംഗ്രഹിച്ചുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തഫ്സീറി നോട്ടുകൾ തർജ്ജമയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എഴുതുന്നു: ഞാൻ ഇത്രയും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ ശിഷ്യനായതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങളിൽ എൻ്റെ തഫ്സീറിലും തീർച്ചയായും അദ്ദേഹത്തിൽ നിന്നും പഠിച്ച പല കാര്യങ്ങളും വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ തഫ്സീറിൽ ഹസ്രത്ത് മസീഹ് അലി ഇസ്ലാമിൻ്റെ തഫ്സീറും ഹസ്രത്ത് ഖലീഫ അവലിൻ്റെ തഫ്സീറും അതുപോലെ എൻ്റെ തഫ്സീറും വന്നിട്ടുണ്ട്. അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ തൻ്റെ ആത്മാവിൻ്റെ പരിമളത്താൽ ഈ വിജ്ഞാനങ്ങളിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതകളാകുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്നത് ഈ തഫ്സീർ നിരവധി ആളുകൾക്ക് രോഗശാന്തിക്ക് നിമിത്തമാകും. ഒരുപാട് കുരുടന്മാർ ഇത് മുഖേന കാഴ്ചയുള്ളവരായി മാറും. ബധിരന്മാർ കേൾക്കുമാറാകും. ഊമകൾ സംസാരിച്ചു തുടങ്ങും. മൂടന്തുള്ളവരും വികലാംഗരും നടന്നു തുടങ്ങും. അള്ളാഹുവും മലക്കുകളും അതിൻ്റെ വിഷയങ്ങളിൽ അനുഗ്രഹം വർഷിക്കും. എന്തൊരു ഉദ്ദേശത്തിനാണോ ഇത് ഇറക്കിയത് അത് പൂർത്തീകരിക്കുമാറാകട്ടെ. അള്ളാഹു ആമീൻ. ഇത് ഇന്നുവരെ വായിച്ചിട്ടുള്ള ആളുകളും അന്യരും ക്രിസ്ത്യാനികളും ഇതിനെ വളരെയധികം ശ്ലാഘിച്ചതായി കാണാം. അല്ലാമ നിയാസ് ഫത്തേപൂരി സാഹിബ് വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനും സാഹിത്യകാരനും ഗവേഷകനുമാണ്. നിഗാർ മാസികയുടെ പത്രാധിപനായിരുന്നു. അദ്ദേഹം തഫ്സീർ കബീർ വായിച്ചതിനു ശേഷം ഹദ്രത്ത് മുസ്ലിം മൗദിന് ഒരു കത്തെഴുതിയിരുന്നു. ഇദ്ദേഹം അഹമ്മദി ആയിരുന്നില്ല, ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നു: എൻ്റെ മുന്നിൽ ഇപ്പോൾ തഫ്സീർ കബീറിൻ്റെ 3-ാമത്തെ വാള്യമാണ് ഉള്ളത്. അതിൻ്റെ വായനയിലാണ് ഞാൻ. വളരെ ആഴത്തിൽ ഞാനത് പരിശോധിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ വായനയ്ക്ക് ഒരു പുതിയ ചിന്താധാര അദ്ദേഹം ഉണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തഫ്സീർ അതിൻ്റെ തനതായ നിലയിൽ തികച്ചും ആദ്യത്തെ തഫ്സീറാണ്. അതിൽ ബുദ്ധിയെയും പ്രമാണത്തെയും വളരെ നല്ല രീതിയിൽ സമന്വയിപ്പിച്ചതായി കാണാൻ കഴിയും. താങ്കളുടെ സമുദ്രതുല്യമായ വിജ്ഞാനവും വിശാലമായ കാഴ്ചപ്പാടും അനിതര സാധാരണമായ ചിന്താധാരയും മനോഹരമായ വിശദീകരണങ്ങളും അതിൻ്റെ ഓരോ പദത്തിലും സ്ഫുരിക്കുന്നുണ്ട്. ഈ സമയം വരെയും ഞാൻ എന്തുകൊണ്ട് ഇതേക്കുറിച്ച് അജ്ഞനായിരുന്നു എന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഇദ്ദേഹം വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയ പണ്ഡിതനായിരുന്നു. തുടർന്ന് പറയുന്നു: ഇന്നലെ സൂറ ഹൂദിന്റെ തഫ്സീറിൽ ഹദ്രത്ത് ലൂത്ത് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് താങ്കളുടെ ചിന്താഗതികൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആത്മഹർഷമുണ്ടായി. അങ്ങനെ അനിയന്ത്രിതമായ നിലയിൽ താങ്കൾക്ക് ഈ കത്തെഴുതാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. താങ്കൾ ഹാ ഉലായി ബനാത്തി എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റു മുഫസ്സിരീങ്ങളിൽ നിന്നും വ്യാഖ്യാതാക്കളിൽ നിന്നും വ്യത്യസ്തമായ അവതരണമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിനെ പുകഴ്ത്താതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു: രാത്രി വളരെ കൃത്യനിഷ്ഠതയോടെ ഞാൻ അത് പാരായണം ചെയ്യാറുണ്ട്. എൻ്റെ വീക്ഷണത്തിൽ ഇത് ഉറുദു ഭാഷയിൽ ഒരു പരിധിവരെ മനുഷ്യ മസ്തിഷ്കത്തിന് സംതൃപ്തി പകരാൻ കഴിവുള്ള പ്രഥമ തഫ്സീറാകുന്നു. തുടർന്ന് പറയുന്നു: ഈ തഫ്സീർ മുഖേന ഇസ്ലാമിക സേവനം എത്രമാത്രം ഉന്നതമാണെന്നാൽ താങ്കളുടെ എതിരാളികൾക്കും അക്കാര്യത്തെ നിരാകരിക്കാൻ കഴിയില്ല. വദാലിക ഫദ്ലുല്ലാഹി യൂതി മയ്യഷാ. സയ്യിദ് മുഹമ്മദ് ആസം സാബ് ഹൈദരാബാദി ഇപ്രകാരം പറയുന്നു. ഇദ്ദേഹം അഹമ്മദി ആയിരുന്നു. ഇദ്ദേഹം വിവരിക്കുന്നു: ഇന്തോ പാക് ഉപഭൂഖണ്ഡത്തിലെ പ്രസിദ്ധനായ വ്യക്തിത്വമാണ് നവാബ് ബഹാദൂർ യാർ ജംഗ് സാഹിബ്. അദ്ദേഹവുമായി സേഡ് സാഹിബിന് വലിയ സൗഹാർദ്ദമുണ്ടായിരുന്നു.
ഈ നവാബ് ബഹാദൂർ ജംഗ് സാഹിബ് അഹമ്മദി ആയിരുന്നില്ല. ഇദ്ദേഹവുമായി സേഠ് സാഹിബിന് ബന്ധമുണ്ടായിരുന്നു. സേഠ് സാഹിബ് പറയുന്നു, നവാബ് ബഹാദൂർ യാർ ജംഗ് സാഹിബ് തൻ്റെ കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ തഫ്സീർ സഗീറിനെ കുറിച്ച് പരാമർശിക്കുമായിരുന്നു. അതിൻ്റെ മഹാത്മ്യത്തെ എപ്പോഴും അംഗീകരിക്കുമായിരുന്നു. അദ്ദേഹം അതിലെ വൈജ്ഞാനിക കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുമായിരുന്നു. പട്ന യൂണിവേഴ്സിറ്റി ഉറുദു വിഭാഗത്തിൻ്റെ തലവനായ ജനാബ് അഖ്തർ റനവി സാഹിബ് MA തൻ്റെ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ തുടർച്ചയായി ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ തഫ്സീർ കബീറിൻ്റെ ഏതാനും വാള്യങ്ങൾ ക്രമാനുക്രമം പട്ന കോളേജിലെ ഫാർസി വിഭാഗം മുൻ തലവനും പാട്നയിലെ ഷെബീന കോളേജിലെ നിലവിലെ പ്രിൻസിപ്പളുമായ പ്രൊഫസർ അബ്ദുൽ മന്നാൻ ബേദൽ സാഹിബിന് കൊടുത്തപ്പോൾ, ബീദലോ അല്ലെങ്കിൽ ബേദലോ ആണ്, എന്തായാലും അദ്ദേഹത്തിന് ഞാനത് സമർപ്പിച്ചു. അദ്ദേഹം ഷംസുൽ ഹുദ അറബി മദ്രസയിലെ പണ്ഡിതന്മാർക്കും തഫ്സീറിന്റെ ചില ഭാഗങ്ങൾ വായിക്കുന്നതിന് വേണ്ടി കൊടുക്കുമാറ് അദ്ദേഹം വളരെയധികം അതിൽ പ്രഭാവിതനായി. ഒരു ദിവസം പല പണ്ഡിതന്മാരും ഒരുമിച്ച് കൂട്ടി അത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളും ആരായുകയുണ്ടായി. ഒരു സേഠ് ഷെയ്ഖ് പറഞ്ഞു, ഫാർസി തഫ്സീറുകൾ ഇത്തരം തഫ്സീർ കിട്ടാനില്ല. പ്രൊഫസർ അബ്ദുൽ മന്നാൻ സാഹിബ് ചോദിച്ചു, അറബി തഫ്സീറുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഷെയ്ഖുമാരൊക്കെ തന്നെ നിശബ്ദരായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവരിൽ ഒരാൾ പറഞ്ഞു, പട്നയിലുള്ള എല്ലാ അറബി തഫ്സീറുകളും നോക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടാനില്ല. ഈജിപ്തിലെയും സിറിയയിലെയും തഫ്സീറുകൾ വായിച്ചതിന് ശേഷമായിരിക്കും ഒരു ശരിയായ അന്തിമ വിധിയിൽ എത്താൻ സാധിക്കുക. അപ്പോൾ പ്രൊഫസർ സാഹിബ് പറഞ്ഞു, പുരാതന അറബി തഫ്സീറുകളെ കുറിച്ചൊക്കെ വിവരിച്ചുകൊണ്ട് പറഞ്ഞു, മിർസ മഹ്മൂദിൻ്റെ തഫ്സീറിൻ്റെ ആ നിലവാരത്തിലുള്ള ഒരു തഫ്സീറും ഒരു ഭാഷയിലും കിട്ടുന്നതുമല്ല. ഈജിപ്തിലെയും സിറിയയിലെയും പുതിയ തഫ്സീറുകൾ നിങ്ങൾ വരുത്തിക്കുക. കുറച്ച് മാസങ്ങൾ എടുത്തതിന് ശേഷം എന്നോട് ഇതേക്കുറിച്ച് സംസാരിക്കുക. അറബി ഫാർസി പണ്ഡിതന്മാർ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ എല്ലാവരും വിസ്മയിച്ചിരിപ്പായിരുന്നു. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവും ലഖ്നൌവിലെ സിദ്ഖെ ജദീദ് പത്രത്തിൻ്റെ എഡിറ്ററുമായ മൗലാന അബ്ദുൽ മജീദ് ദരിയാബാദി ഹജരത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിൻ്റെ വിയോഗത്തിൽ ഇപ്രകാരം എഴുതുന്നു, കാദ്യാനി ജമാത്തിൻ്റെ ഇമാം മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് റബുവയിൽ നവംബർ 8 മരണപ്പെട്ട വിവരം കറാച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പറയുന്നു, അദ്ദേഹത്തിൻ്റെ മറ്റ് വിശ്വാസങ്ങൾ എന്തുമാകട്ടെ, ഖുറാനെയും ഖുറാനിക ജ്ഞാനങ്ങളുടെയും ആഗോള തലത്തിലുള്ള പ്രചാരണവും ഇസ്ലാമിൻ്റെ ഉന്നമനത്തിനും അദ്ദേഹത്തിൻ്റെ കാഴ്ചവെച്ച സജീവ പ്രവർത്തനങ്ങൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സുദീർഘകാലത്തോളം തുടർന്നു വന്നതാണ്. അതിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവൻ പുറത്തു കൊടുക്കട്ടെ. വൈജ്ഞാനികമായി പറയുകയാണെങ്കിൽ ഖുറാനിക ജ്ഞാനങ്ങളുടെ വിശദമായ വ്യാഖ്യാനവും വിവരണവും അദ്ദേഹം നൽകിയത് തീർച്ചയായും ഉന്നത നിലത്തിൽ വളരെ വ്യതിരിക്തമായ സ്ഥാനത്തിലുള്ളതാണ്. ഒരു സുപ്രസിദ്ധ അഹ്റാറി ലീഡർ ഉണ്ടായിരുന്നു, മൗലവി മസർ അലി അസ്ഹർ. എ ഖൗഫ്നാക് സാസിഷ് എന്ന തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നു, മൗലവി ജഫർ അലി ഖാൻ പറഞ്ഞു, അഹമ്മദികളുമായുള്ള ശത്രുതയ്ക്ക് കീഴിൽ അഹ്റാറിൻ്റെ കൈകൾ അതിക്രമവും കാഴ്ചവെച്ചിരിക്കുന്നു. അഹമ്മദികളുമായുള്ള എതിർപ്പിൻ്റെ പേരിൽ അഹ്റാറികൾ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന മേനി നടിക്കുന്നു. അതെല്ലാം വെറും അവർ പൈസ സ്വരൂപിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, പൊള്ളയായ പ്രവർത്തനങ്ങളാണ്. കാദിയാനികളുടെ പേരിൽ പറയുന്നു, കാദിയാനികളെ എതിർക്കാൻ എന്ന പേരിൽ ദരിദ്ര മുസ്ലിങ്ങളുടെ ചോര നീരാക്കി അവരുടെ വിയർപ്പിൻ്റെ വരുമാനത്തിൽ കൈയിട്ട് വാരുകയാണ്. ആരെങ്കിലും ഈ അഹ്റാറികളോട് പോയി ചോദിച്ചു നോക്കുക, അല്ലയോ മാന്യന്മാരെ, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? എന്ത് ഇസ്ലാമിക സേവനമാണ് നിങ്ങൾ ചെയ്തത്? ഓർമ്മയില്ലാതെയെങ്കിലും നിങ്ങൾ ഇസ്ലാമിൻ്റെ തബ്ലീഗ് ചെയ്തിട്ടുണ്ടോ? ഇദ്ദേഹം പറയുകയാണ്, അല്ലയോ അഹ്റാറികളെ, ചെവി തുറന്ന് കേൾക്കുക. ഇദ്ദേഹം പറയുന്ന വ്യക്തി അഹ്റാറി തന്നെയാണ്. പറയുന്നു, അല്ലയോ അഹ്റാറികളെ, ചെവി തുറന്ന് കേൾക്കുവിൻ. നിങ്ങൾക്കും നിങ്ങളുടെ സിൽബന്ദികൾക്കും കയാമത്ത് വരെയും മിർസ മഹ്മൂദിനെ നേരിടാൻ കഴിയില്ല. മിർസ മഹ്മൂദിൻ്റെ കയ്യിൽ വിശുദ്ധ ഖുറാന്റെ വിജ്ഞാനമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്ത് മണ്ണാങ്കട്ടിയാണുള്ളത്? ഖുറാനിലുള്ള അക്ഷരങ്ങൾ വായിക്കാൻ പോലും കൃത്യമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഖുറാൻ വായിക്കാത്തവരാണ്. ഒരു ചുക്കും അറിയാത്ത നിങ്ങൾ ജനങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? മിർസ മഹ്മൂദിനെ എതിർക്കാൻ
നിങ്ങളുടെ മലക്കുകൾക്ക് പോലും സാധിക്കില്ല. മിർസ മഹ്മൂദിന്റെ കൂടെയുള്ള ജമാഅത്ത് ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ധനം കൊണ്ടും അദ്ദേഹത്തിന്റെ ഒരു വിരൽ ചൂണ്ടൽ കണ്ട മാത്രയിൽ പോലും അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ സർവ്വതും ത്യജിക്കാനായി തയ്യാറായി നിലകൊള്ളുകയാണ്. നിങ്ങളുടെ പക്കൽ ശകാരങ്ങളും തെറിവാക്കുകളും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എതിർപ്പിൽ നിങ്ങൾക്ക് മേൽ ശാപമുണ്ടാകട്ടെ. തുടർന്ന് എഴുതുന്നു, മിർസ മഹ്മൂദിന്റെ പക്കൽ മുബല്ലിഗുമാരുണ്ട്. വിവിധ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവരുണ്ട്. ലോകത്തിലെ സകല രാജ്യങ്ങളിലും അവർ കൊടിനാട്ടിയിരിക്കുന്നു. എനിക്ക് സത്യം പറയുന്നതിൽ നിന്നും പിന്മാറാൻ സാധ്യമല്ല. ഞാൻ ഇത്രയും കൂടി പറയട്ടെ, നിങ്ങൾ മിർസ മഹ്മൂദിനെ എതിർക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കുക, മുബല്ലിഗുമാരെ തയ്യാറാക്കുക, അറബി മദ്രസ തുറന്ന് പ്രവർത്തിക്കുക. എതിർക്കണമെങ്കിൽ ആദ്യം മുബല്ലിഗുമാരെ തയ്യാറാക്കൂ. അന്യദേശങ്ങളിൽ അവർക്കെതിരിൽ ഇസ്ലാമിന്റെ സേവനം ചെയ്ത് കാണിക്കുവൻ. മിർസായികളെ തെറി പറഞ്ഞു നടക്കുന്നത് എന്ത് മാന്യതയാണ്? ഇതാണോ ഇസ്ലാമിന്റെ തബ്ലീഗ്? ഇത് ഇസ്ലാമിന്റെ അടിത്തറ ഇളക്കുന്ന കാര്യമാണ്. ലാഹോറിൽ നിന്നുമുള്ള ഇംറൂസ് പത്രം 1966 മെയ് 30 പത്രത്തിൽ തഫ്സീർ കബീറിന്റെ നിരൂപണത്തിൽ എഴുതുന്നു, വിശുദ്ധ ഖുർആൻ മുഴുവനും മനുഷ്യരാശിക്ക് സന്മാർഗത്തിലുള്ള സ്രോതസ്സും നീരുറവിയുമാകുന്നു. പ്രാരംഭകാലം മുതൽ ലോകം നിലനിൽക്കുന്നവരെയും ഈ പ്രകാശമാനമായ ഗ്രന്ഥം മനുഷ്യകുലത്തിന് ദീനീപരവും ഭൗതികപരവുമായ കാര്യങ്ങളിൽ നീതിയുടെ മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ്. വഴിപേച്ചവരെ ശരിയായ മാർഗത്തിൽ അത് കൊണ്ടുവരുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരും ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നേ. എഴുതുന്നു, വിശുദ്ധ ഖുർആൻ ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാകുന്നു. ജീവിതത്തിന്റെ ഒരു മേഖലയും ഒരു ഭാഗവും ഒരു ഘട്ടവും വിശുദ്ധ ഖുർആനിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിക്കാത്തതായിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങളെക്കുറിച്ച് നല്ലപോലെ ഗ്രഹിക്കേണ്ടത് അതിനു വേണ്ടി അനിവാര്യമാണ്. ഏതുവരെ വിശുദ്ധ ഖുർആനിലുള്ള ദൈവിക കൽപ്പനകളുടെ വിവക്ഷകൾ ശരിയായി അറിയാത്തിടത്തോളം എങ്ങനെയാണ് സന്മാർഗത്തിന്റെ ശൃംഖല ആരംഭിക്കുക? അത് മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ്. എന്നാൽ മാത്രമേ എന്താണ് എഴുതിയത് എന്ന് അറിയുകയുള്ളൂ. ഈ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഖുറാനിക അർത്ഥങ്ങളുടെ വിശദീകരണങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ശൃംഖല തുടങ്ങിയത്. വിശുദ്ധ ഖുർആന്റെ അവതരണം മുതൽ ഇതുവരെയും ഇനി അന്ത്യനാൾ വരെയും ഈ പരമ്പര തുടർന്നു പോകുന്നതാണ്. ഖുർആന്റെ അർത്ഥങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ സഹായിച്ചവർ തീർച്ചയായും നന്ദി അർഹിക്കുന്നു. അവരോട് നന്ദിയുള്ളവരായിരിക്കേണ്ടതാണ് നാം. മുഫസ്സിരിങ്ങൾ തങ്ങളുടെ കാലത്ത് ഖുറാനിക ജ്ഞാനങ്ങളെ പ്രസിദ്ധമാക്കാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ നിലക്ക് ശ്ലാഘനീയമാണ്. അങ്ങനെ ഖുറാൻ തഫ്സീർ ഒരു പ്രത്യേക പദ്ധതിയായി രൂപപ്പെട്ടു. ഖുറാനിക അർത്ഥങ്ങളും പാഠങ്ങളും പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ശാശ്വതമായ ഒരു പരമ്പര സ്ഥാപിക്കപ്പെട്ടു. അൽഹംദുലില്ലാ, ഈ ശൃംഖല തുടരുന്നതാണ്. ഈ സമയത്ത് തഫ്സീർ സഗീറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ തഫ്സീർ അഹമ്മദിയ ജമാഅത്തിന്റെ നേതാവായ അൽഹാജ് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് മർഹൂമിന്റെ ദിശനാപരമായ പ്രവർത്തനങ്ങളുടെ പരിണിതിയാണ്. ഖുറാന്റെ അറബിയോടൊപ്പം ഉറുദു തർജ്ജമയും കൂടെ നൽകിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും വിശദീകരണങ്ങൾ അടിക്കുറിപ്പായി ചേർത്തിട്ടുണ്ട്. തർജ്ജമയുടെയും അടിക്കുറിപ്പുകളുടെയും ഭാഷ വളരെ ലളിതവും സുഗ്രാഹ്യവുമാണ്. കന്ദീൽ എന്ന പേരുള്ള ആഴ്ച പതിപ്പുണ്ടായിരുന്നു. അതിൽ 1966 ജൂൺ 19 അഞ്ജുമൻ ഹിമായത്തെ ഇസ്ലാം ലാഹോറും താജ് കമ്പനി ലിമിറ്റഡും ചേർന്ന് വിശുദ്ധ ഖുർആന്റെ പ്രസിദ്ധീകരണത്തിൽ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തി ഏറെ പ്രശംസനീയമാണ് എന്ന് വന്നിരിക്കുന്നു. തുടർന്ന് തഫ്സീർ സഗീറിനെ കുറിച്ച് പറഞ്ഞത്, തഫ്സീർ സഗീറിന്റെ പ്രസിദ്ധീകരണം ഈ ഹൃദയഹാരിയായ പ്രവർത്തനത്തിൽ ഒരു വർധനമാണ്. തഫ്സീർ സഗീറിലുള്ള തർജ്ജമയും വ്യാഖ്യാനവും അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന്റെ പ്രയത്നങ്ങളുടെ ഫലമാണ്. തർജ്ജമയും അടിക്കുറിപ്പും വളരെ സരളമായ ഭാഷയിലാണ്. ഏത് വിജ്ഞാന തലത്തിലുള്ള വ്യക്തിക്കും അത് പ്രയോജനപ്പെടുത്താൻ കഴിയും. തർജ്ജമയിലും തഫ്സീറിലും കഴിഞ്ഞുപോയ എല്ലാ തഫ്സീറുകളെയും പരിഹരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെ ഇത്രയും ഭംഗിയായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് വളരെ വലിയ ഒരു ഇസ്ലാമിക സേവനമാകുന്നു. ഇക്കാലത്ത് പാകിസ്ഥാനിലെ ഉലമാക്കൾ പറയുന്നു, ഈ തഫ്സീർ സഗീറിൽ പ്രക്ഷിപ്തങ്ങളുണ്ട്, അതായത് കൂട്ടിച്ചേർക്കലുകളുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ ബാൻ ചെയ്യുകയാണ്. തഫ്സീർ സഗീർ പാകിസ്ഥാനിൽ നിരോധിച്ച ഗ്രന്ഥമാണ്. ഇത് ആർക്കും വീട്ടിൽ പോലും വെക്കാൻ സാധ്യമല്ല. എന്നാൽ ഇവരുടെ പൂർവികരായ നീതിബോധമുള്ള ആളുകൾ പറയുന്നത് കേൾക്കുക. ഇതുപോലെ ശ്ലാഘനീയമായ മറ്റൊരു തർജ്ജമയും ഇല്ലെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിൽ നിന്ന് വളരെയേറെ പഠിക്കാൻ കഴിയുമെന്നും അവർ ഏറ്റു പറയുന്നുണ്ട്. അള്ളാഹു ഈ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർക്കും നീതിപൂർവം കാര്യങ്ങളെ കാണാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇംഗ്ലീഷ് തഫ്സീറിന്റെ ദീനിപരവും സാഹിത്യപരവുമായ മേന്മ യൂറോപ്പിലെയും അമേരിക്കയിലെയും വിദ്യാഭ്യാസ
വിചക്ഷണരായ ആളുകളെ പോലും സ്വാധീനിക്കുകയുണ്ടായി. അവർ അതേക്കുറിച്ച് നല്ല നിരൂപണങ്ങൾ എഴുതി. ഉദാഹരണമായി സുപ്രസിദ്ധ സ്കോളറായ A.J. ആർബറി പറയുന്നു, വിശുദ്ധ ഖുർആന്റെ ഈ പുതിയ തർജ്ജമയും വ്യാഖ്യാനവും ഒരു മഹത്തായ പ്രവർത്തനമാകുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ഈ വോള്യം ഈ പ്രവർത്തനത്തിന്റെ ആദ്യപടിയാണ്. ആദ്യത്തെ വോള്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ആ ഒരു വോള്യമാണ് കിട്ടിയിരുന്നത്. തുടർന്ന് ഖാദിയാനിലെ അഹമ്മദിയ ജമാഅത്തിന്റെ ഗവേഷകരായ പണ്ഡിതന്മാർ ഈ മഹത്തായ ജോലി ആരംഭിച്ചിട്ട് 15 വർഷമായി. ഇത് ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിന്റെ ശ്ലാഘനീയമായ മേൽനോട്ടത്തിലാണ് നടന്നു വരുന്നത്. വിശുദ്ധ ഖുർആന്റെ ടെക്സ്റ്റിനോടൊപ്പമുള്ള വളരെ ശരിയായ ഇംഗ്ലീഷ് തർജ്ജമയോടൊപ്പം ആയത്തുകൾക്ക് വ്യാഖ്യാനവും പ്രസിദ്ധീകരിക്കുക എന്നത് വളരെ വലിയ ജോലിയാണ്. ആരംഭത്തിൽ തന്നെ നീണ്ട ഒരു മുഖവുരയുണ്ട്. അത് ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. തുടർന്ന് നിരൂപകൻ മുഖവരിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ ശേഷം പറയുന്നു, ഈ പ്രവർത്തനത്തെ വൈജ്ഞാനിക ഗവേഷണ രംഗത്തുള്ള ഒരു മഹത്തായ സ്മരണിക, ഇസ്ലാമിലുള്ള മഹത്തായ സ്മരണിക എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും അതിശയോക്തി കലർന്നതാകില്ല. അതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും പ്രമാണയോഗ്യമായ തഫ്സീർ ഗ്രന്ഥങ്ങളും നിഘണ്ടുക്കളും ചരിത്രവും മറ്റും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളുടെ നീണ്ട പട്ടിക അനുവാചകരെ സ്വാധീനിക്കുന്നതാണ്. അതിൽ നിന്നും ഈ തർജ്ജമയും തഫ്സീറും തയ്യാറാക്കിയവർ കേവലം സുപ്രസിദ്ധമായ അറബി തഫ്സീറുകൾ മാത്രമല്ല വായിച്ചത് എന്നും, മറിച്ച് അതോടൊപ്പം യൂറോപ്യൻ വിമർശകർ വിമർശനം ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അവർ പരിഗണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നതാണ്. തർജ്ജമയിൽ മാത്രം കണ്ണോടിക്കുകയാണെങ്കിൽ തന്നെ തർജ്ജമ ഇംഗ്ലീഷ് ഭാഷാപരമായ തെറ്റിൽ നിന്നെല്ലാം അതീതവും വളരെ അന്തസ്സാർന്നതുമാണെന്ന് പറയാൻ കഴിയും. ആ മുസ്ലിങ്ങളായ ആക്ഷേപകരുടെ ആക്ഷേപങ്ങളെയും ഇതിൽ ഖണ്ഡിച്ചിട്ടുണ്ട്. മറ്റു മതങ്ങളെക്കുറിച്ച് ഉചിതമായ വിമർശനവുമുണ്ട്. ആ മുസ്ലിം വായനക്കാർക്ക് പല ഭാഗങ്ങളും ഏകപക്ഷീയവും ആക്ഷേപാർഹവുമായി തോന്നുമായിരിക്കാം. പക്ഷെ ഓർക്കുക, ഈ ഭാഗവും സതുദ്ദേശത്തോടെയാണ് എഴുതിയിട്ടുള്ളത്. അത് ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ദൈവഭയമുള്ള വിജ്ഞാന സമ്പന്നരായ മുസ്ലിങ്ങൾ മറ്റു മതങ്ങളുടെ പാരമ്പര്യ പാഠങ്ങളെക്കുറിച്ച് വിമർശിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല. അമേരിക്കയിലെ ആംസ്റ്റർഡാം നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര മത സാഹിത്യത്തിൻ്റെ തലവനായ ഡോക്ടർ ചാൾസ് എസ് ബ്രെഡൻ എഴുതുന്നു, പുസ്തകം വളരെ മനോഹരമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അച്ചടിയും വളരെ നല്ലതാണ്. എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. പൊതുവായി ഇംഗ്ലീഷ് ഭാഷയുള്ള ഇസ്ലാമിക സാഹിത്യത്തിൽ ഇത് വളരെ വിലപ്പെട്ട ഒരു വർക്കാണ്. ലോകം ഇക്കാര്യത്തിൽ അഹമ്മദിയ ജമാഅത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു സുപ്രസിദ്ധ ക്രിസ്ത്യാനി പത്രമായ അന്നസർ ഇപ്രകാരം എഴുതുന്നു, അഹമ്മദിയ ജമാഅത്ത് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ വൻകരകളിൽ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പ്രചാരണത്തിൽ വലിയ ജോലിയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾ തുടർച്ചയായി മുബല്ലിങ്ങളെ അയച്ചുകൊണ്ടാണ് അവർ ചെയ്തു പോരുന്നത്. വിവിധ ഗ്രന്ഥങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇസ്ലാമിൻ്റെ മേന്മകളും ഹദ്രത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യവും ഇവർ വിവരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇംഗ്ലീഷ് തർജ്ജമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടായി. ഈ തർജ്ജമ അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ഖുർആന്റെ ഈ തർജ്ജമ ആകർഷണീയവും പഠിതാക്കളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നതുമാണ്. ഈ തർജ്ജമ ഉന്നത ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. ഖുർആനിക ആയത്തുകൾ ഒരു കോളത്തിലും അതിന് നേരെ മറുകോളത്തിൽ തർജ്ജമയും കൊടുത്തിട്ടുണ്ട്. തുടർന്ന് വിശദമായ വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. അനുവാചകരിൽ ഈ വ്യാഖ്യാനത്തിൽ പാശ്ചാത്യരുടെയും യൂറോപ്പിലെ എതിരാളികളുടെയും ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയും അനുവാചകർക്ക് കാണാവുന്നതാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം ഹദ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബ് ഈ തർജ്ജമയോടൊപ്പം ഹദ്രത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും കുറിച്ചിട്ടുണ്ട്. ഈ ചരിത്രവും അതിൻ്റെ തർജ്ജമയും അനുപമമാകുന്നു. ഏതായാലും തഫ്സീർ കബീർ, തഫ്സീർ സഗീർ, 5 വോളിയം കമൻട്രി എന്നിവയെക്കുറിച്ചുള്ള നിരൂപണങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങളെക്കുറിച്ച് വിവരിക്കാം. ഹദ്രത്ത് മുസ്ലിം മൗദിൻ്റെ വൈജ്ഞാനിക ഖജനാവ് അദ്ദേഹം പ്രഭാഷണങ്ങളിലൂടെയും മറ്റും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. അവയെ അന്യരായ ആളുകളും പ്രശംസിച്ചിട്ടുണ്ട്. അവരെങ്ങനെയാണ് അതിനെ വീക്ഷിച്ചത് എന്നതിനെക്കുറിച്ച് വിവരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണമുണ്ട്, നിസാമി നൗ അഥവാ നവലോകക്രമം. അത് അദ്ദേഹം അന്യരായ ആളുകൾക്ക് മുന്നിലാണ് ചെയ്തത്. ഈ മഹത്തായ പ്രഭാഷണത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ പ്രസിദ്ധീകരിച്ചപ്പോൾ മിസ്രിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനായ ഉസ്താദ് അബ്ബാസ് മഹ്മൂദ് അൽ അക്കാബ്സ് മിസ്രിലെ സുപ്രസിദ്ധ സാഹിത്യമാസികയായ അരിസാലയിൽ ഇങ്ങനെ നിരൂപണം എഴുതി. ഈ പ്രഭാഷണം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തെന്നാൽ, പണ്ഡിതനായ
ആ പ്രഭാഷകൻ മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് മുഴുലോക സംവിധാനങ്ങളുടെയും ശ്രദ്ധ ഈ ഭാഗത്തേക്ക് ക്ഷണിച്ചു കൊണ്ട് പറയുന്നു, എങ്ങനെയാണ് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കഷ്ടതകൾ നീക്കം ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അതായത് മറുവാക്കിൽ പറയുകയാണെങ്കിൽ, സേവിങ്സായി വെച്ചിരിക്കുന്ന, സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ധനം ലോകത്തുള്ള വിവിധ സമൂഹങ്ങളിലേക്കും ജനതകളിലേക്കും കൃത്യമായി വിഭജിക്കപ്പെടണം എന്ന് ഊന്നൽ നൽകിയിരിക്കുന്നു. തീർച്ചയായും പ്രഭാഷകനായ മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് ലോകത്തുള്ള എല്ലാ വ്യവസ്ഥകളിലും ഈ പ്രയാസത്തെയും ബുദ്ധിമുട്ടിനെയും അകറ്റാനാണ് ശ്രമിക്കുന്നത്. പുതിയ വ്യവസ്ഥകൾ ഈ പ്രയാസത്തെ നേരിടാൻ വേണ്ടി എന്ന് പറഞ്ഞ് രൂപീകരിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ഫാഷിസം, നാസിസം, കമ്മ്യൂണിസം, മറ്റു ജനാധിപത്യ വ്യവസ്ഥിതികളും ഡെമോക്രസിയും സംബന്ധിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായ അറിവും ജ്ഞാനവുമുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അല്ലാതെ ഒന്നും അറിയാതെയല്ല ഇദ്ദേഹം ഇതൊക്കെ എഴുതുന്നത്. ഈ എല്ലാ പുതിയ ഇസങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നന്നായി അറിയാം, വളരെ ആഴത്തിലുള്ള പരിജ്ഞാനമുണ്ട്. അതോടൊപ്പം അദ്ദേഹം വിശ്വസിക്കുന്നത് അത് ശരിയായ നിഗമനവുമാണ്. അതായത് രാഷ്ട്രീയക്കാരും പാർട്ടി നേതാക്കന്മാരും ഭരണകൂടങ്ങളും ഈ ദുരിതം പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയാസങ്ങളെ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി ആത്മീയ ശക്തി അനിവാര്യമാകുന്നു. കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുടെ ശരിയായ പരിഹാരം അല്ലെങ്കിൽ ചികിത്സ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടിയാൽ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സമാധാനം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനവും നന്മയും ക്ഷേമവും ഉണ്ടാക്കാൻ ധൈര്യം പകരുകയുള്ളൂ. അതായത് അതിനുവേണ്ടി ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും ഒരിക്കലും തന്നെ അവഗണിക്കാൻ, മാറ്റി നിർത്താൻ സാധ്യമല്ല. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലെ നിലവിലുള്ള വലിയ വലിയ മതങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ലോകത്തുള്ള ഇതര മതങ്ങളെക്കുറിച്ച് പൊതുവായും ഒരു ഗവേഷണാത്മകമായ സമീപനം സമർപ്പിക്കുന്നുണ്ട്. അതായത് ഇത്തരം പ്രയാസഭരിതമായ ഒരു കാലഘട്ടത്തിലുള്ള പ്രയാസങ്ങളെ അകറ്റുന്നതിന് വേണ്ടി ഭൗതിക ലോകക്രമങ്ങൾ, വ്യവസ്ഥിതികൾ ഇതിലൂടെ പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. അവരുടെ ഈ വ്യവസ്ഥകളൊക്കെ തന്നെ വെറുപ്പോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത് സമർപ്പിച്ചുകൊണ്ട് അതിനേക്കാളും പുതിയൊരു സംവിധാനം കണ്ടെത്തണമെന്നും അത് ഇന്നത്തെ സംവിധാനത്തിന് ബദലായി സമർപ്പിക്കാവുന്നതാണ് എന്നും ഇതിൽ ഊന്നൽ നൽകുന്നു. കാരണം ഈ ഭൗതിക ലോകവും അതിനെ നിർദ്ധാരണം ചെയ്യാനും ഈ പ്രയാസത്തെ അകറ്റാനും ഒരുപോലെ ബാധ്യസ്ഥരാണ്. അതിനുശേഷം എഴുതുന്നു, തുടർന്ന് അദ്ദേഹം വളരെയേറെ തെളിവുകൾ മുഖേന പറയുന്നത് എന്തെന്നാൽ ഈ മതങ്ങൾ തങ്ങളുടെ പക്കലുള്ള സംവിധാനങ്ങൾ സമർപ്പിക്കണം എന്നത് ശരി തന്നെ. അവരുടേതായിട്ടുള്ള നിലപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. അവരുടെ പക്കൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷെ അതിന് അവർക്ക് സാധിക്കില്ല. ശേഷം അദ്ദേഹം നിരവധി തെളിവുകൾ നൽകിക്കൊണ്ട് ഈ മതങ്ങളിൽ ഇസ്ലാം മതത്തിന് മാത്രമാണ് ഈ പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നതിനുള്ള പ്രാപ്തിയുള്ളൂ എന്ന് സമർത്ഥിക്കുന്നു. എല്ലാ സമൂഹങ്ങൾക്കും ജനതകൾക്കും അതനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. മുമ്പും അവർക്കതിന് സാധിക്കുമായിരുന്നു. ഈ കാലഘട്ടത്തിലും അത് പ്രാവർത്തികമാക്കാൻ കഴിവുള്ളതാണ്. തുടർന്ന് മഹ്മൂദുൽ ഖാദ് സാഹിബ് നിസാമെ നവവിലുള്ള പ്രസ്തുത ഭാഗത്തിൻ്റെ സംക്ഷേപം സ്വന്തം വാക്കുകളിൽ പ്രകാരം ചേർത്തിട്ടുണ്ട്. മറ്റു പണ്ഡിതരായ പ്രഭാഷകർ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, പണ്ഡിതനായ പ്രഭാഷകൻ കേവലം ഈ മതങ്ങളുടെ വിശ്വാസത്തെ മാത്രം മേൽവരികളിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ സൂചന എന്നോണം പരാമർശിച്ചിട്ടുണ്ട്. അവയെ പരസ്പരം താരതമ്യം ചെയ്യുന്നതിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. അദ്ദേഹം ഒരു നീണ്ട വിശദീകരണം നൽകിയിട്ടുണ്ട് ഇതിനു മുമ്പ്. ആ ഭാഗം ഞാൻ വായിച്ചിട്ടില്ല. എന്തായാലും തുടർന്ന് പറയുന്നത് കേൾക്കുക. അദ്ദേഹം സവിശേഷമായ നിലയിൽ അത്തരം മുൻ പാഠങ്ങളെ ആഴത്തിൽ വായിച്ചിട്ടുണ്ട്. വളരെ അവധാനതയോടെയാണ് കാര്യങ്ങളെയൊക്കെ തന്നെ സമീപിച്ചിട്ടുള്ളത്. പറയുന്നു, ആദർശ വിശ്വാസങ്ങൾ, അദ്ദേഹം പറഞ്ഞതുപോലെ ആദർശ വിശ്വാസങ്ങളിൽ മാത്രമേ നമുക്ക് ഇനി പ്രതീക്ഷ ബാക്കിയുള്ളൂ. തുടർന്ന് അദ്ദേഹം അതോടൊപ്പം തന്നെ ഈ ആദർശ വിശ്വാസങ്ങളുടെ താരതമ്യം ചെയ്തതിന് ശേഷം രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇതര എല്ലാ സംവിധാനങ്ങളും കർമ്മപരമായും ആത്മീയപരമായും ലക്ഷ്യബോധത്തിൽ പരാജയം നേരിട്ടവയാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട്. അതിനുശേഷം നിസാമെ നൗ എന്ന പുസ്തകത്തിലുള്ള ഈ ഭാഗത്തിൻ്റെ സംക്ഷേപം ചുരുക്കം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആ ഭാഗത്തിൻ്റെ സംക്ഷിപ്ത ഭാഗമാണ്. സംക്ഷിപ്ത രൂപത്തിലാണ് അദ്ദേഹം ചേർത്തിട്ടുള്ളത്. തുടർന്ന് പറയുന്നു, ഈ ശബ്ദം യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസ
വിദ്യാസമ്പന്നർക്കിടയിൽ പ്രചരിപ്പിക്കുകയാണെങ്കിൽ, മാത്രമല്ല ഇന്ത്യക്കാർക്കും പാശ്ചാത്യർക്കും ഇടയിൽ പരത്തുകയാണെങ്കിലും തീർച്ചയായും അത് വലിയ സ്വാധീനങ്ങളും പ്രഭാവവും ചെലുത്തുന്നതാണ്. ഇസ്ലാമിൽ ഭിന്നിപ്പിൻ്റെ തുടക്കം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണമുണ്ട്. അത് ഇസ്ലാമിയ കോളേജ് ലാഹോറിലെ മോഡേൺ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയുടെ യോഗത്തിലാണ് അവതരിപ്പിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ പൂർണ്ണമായും പ്രാവീണ്യം നേടിയ നിലയിലും അതുപോലെ വൈജ്ഞാനികവുമായ നിലയിൽ ഈ പ്രഭാഷണം അവതരിപ്പിച്ചപ്പോൾ അത് കണ്ട് മഹാചരിത്ര പണ്ഡിതന്മാർ പോലും ആ മഹാത്മാവിന് മുന്നിൽ തങ്ങൾ വെറും ശിശുക്കളാണെന്ന് മനസ്സിലാക്കി. ഈ പ്രഭാഷണത്തിൽ ഹുസൂർ അവതരിപ്പിച്ച ഗവേഷണത്തിൻ്റെ സംക്ഷിപ്തം ഞാൻ കേൾപ്പിക്കാം. അതിൽ നിന്ന് ഹദരത്ത് ഉസ്മാനും മറ്റു സഹാബാക്കളും എല്ലാതരം ഫിത്തിനകളിൽ നിന്നും അതുപോലെ ബലഹീനതകളിൽ നിന്നുമൊക്കെ പരിശുദ്ധരായിരുന്നു എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അവർ അതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല. മാത്രമല്ല അവരുടെ നിലപാടുകൾ ഉന്നത ധാർമ്മികതയുടെ പ്രതിഫലനവുമായിരുന്നു. അവരുടെ ചുവടുകൾ നന്മയുടെ ഉയർന്ന തലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹദരത്ത് ഉസ്മാനെയോ സഹാബാക്കളെയോ ആരെയും തന്നെ നമുക്ക് ആക്ഷേപിക്കാൻ ഇതിൽ വകയില്ല. ഈ കാര്യത്തിൽ തുടർന്ന് പറയുന്നു, സഹാബാക്കൾക്ക് ഹദരത്ത് ഉസ്മാന്റെ ഖിലാഫത്തിൽ യാതൊരു ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. അവർ അന്ത്യശ്വാസം വരെ വിശ്വസ്തതയും കൂറും പുലർത്തുകയുണ്ടായി. സഹാബാക്കൾ കലാപം ഉയർത്തി എന്നത് തെറ്റായ ആരോപണമാണ്, അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നു. ഹദരത്ത് അലി, ഹദരത്ത് തൽഹ, ഹദരത്ത് സുബൈർ തുടങ്ങിയവർ ഗൂഢാലോചന ചെയ്തു എന്ന ആരോപണവും തികച്ചും തെറ്റാകുന്നു. കൂടാതെ അൻസാറുകൾ ഹദരത്ത് ഉസ്മാനോട് നീരസമുള്ളവരായിരുന്നു എന്ന ആരോപണവും തെറ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചു. കാരണം അൻസാറുകളുടെ എല്ലാ നേതാക്കന്മാരും ആ ഫിത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരായിരുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങളും മറ്റും ഇങ്ങനെയാണ്. സയ്യിദ് അബ്ദുൽ ഖാദിർ MA പ്രൊഫസർ, ഇസ്ലാമിയ കോളേജ് എഴുതുന്നു, ജ്ഞാനിയായ പിതാവിൻ്റെ ജ്ഞാനിയായ പുത്രൻ ഹസരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബിൻ്റെ പേര് തന്നെ ഈ പ്രഭാഷണത്തിൻ്റെ വൈജ്ഞാനികതയെ പ്രഘോഷിക്കുന്നുണ്ട്. പറയുന്നു, എനിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ അവഗാഹമുള്ളതാണ്. ഹദ്രത്ത് ഉസ്മാന്റെ ഖിലാഫത്ത് കാലത്തുണ്ടായ ഭിന്നിപ്പുകളുടെ അകത്തളങ്ങളിലേക്ക് കയറിച്ചെന്ന് ആ നശീകരണമായ ആഭ്യന്തര കലഹങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ വിജയിച്ച മുസ്ലിം അല്ലെങ്കിൽ അമുസ്ലിം ചരിത്രകാരന്മാർ വളരെ ചുരുക്കമാണെന്ന് എനിക്ക് ഖണ്ഡനഭയമന്യേ പറയാൻ സാധിക്കും. ഹദ്രത്ത് മിർസ സാഹിബ് ആ ആഭ്യന്തര കലഹത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, കാര്യകാരണ സഹിതം അത് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കലഹങ്ങൾ കാരണം കുറേ കാലത്തോളം ഖിലാഫത്ത് എന്ന സ്ഥാപനത്തിന് തന്നെ കുലുക്കം സംഭവിക്കുകയുണ്ടായി, ചാഞ്ചല്യമുണ്ടായി. എൻ്റെ വീക്ഷണത്തിൽ ഇത്രയും യുക്തിഭദ്രമായ പ്രഭാഷണം ഇസ്ലാമിക ചരിത്രത്തിൽ താല്പര്യമുള്ളവരുടെ മുന്നിൽ ഇതിനു മുമ്പൊരിക്കലും കടന്നുപോയിട്ടുണ്ടാകില്ല. ഹദ്രത്ത് ഉസ്മാന്റെ കാലത്ത് സംബന്ധിച്ച് ശരിയായ ഇസ്ലാമിക ചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന അത്രയും ആർക്കും തന്നെ ഈ പ്രഭാഷണം പഠനാർഹവും അമൂല്യവുമായും അനുഭവപ്പെടുന്നതാണ്. ഒരുപാട് നിരൂപണങ്ങൾ വേറെയുമുണ്ട്, എന്നാൽ അതൊക്കെ വിവരിക്കാൻ ഇവിടെ സമയമില്ല. ഹദ്രത്ത് മുസ്ലിം മൗദിൻ്റെ മറ്റൊരു പ്രഭാഷണമായ ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥിതി, ലാഹോറിലെ അഹമ്മദിയ ഹോസ്റ്റലിലാണ് ഈ പ്രഭാഷണം അരങ്ങേറിയത്. ഈ പ്രഭാഷണം ഏകദേശം 2.5 മണിക്കൂർ നീണ്ടു നിന്നു. ഇതിൽ അഹമ്മദികൾക്ക് പുറമെ 100 കണക്കിന്, ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുള്ളത് 1000 കണക്കിന് എന്നാണ്, മുസ്ലിം അമുസ്ലിം പ്രമുഖർ അവിടെ സംബന്ധിച്ചിരുന്നു. അതിൽ ഏറെ പേരും വിദ്യാസമ്പന്നരായിരുന്നു. അനഹമ്മദികളും അമുസ്ലിങ്ങളുമായ ഭൂരിഭാഗം പേരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരും വിദ്യാർത്ഥികളുമായിരുന്നു. പ്രഭാഷണത്തിൻ്റെ ഇടയിൽ തന്നെ പ്രൊഫസർമാരും വക്കീൽമാരും മറ്റ് വിജ്ഞാന കുതുകികളും നിരവധി നോട്ട്സുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അതെല്ലാം നോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സംക്ഷേപം അവരിൽ അവതരിപ്പിച്ചുകൊണ്ട് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ഭരണകൂട ഇടപെടലുകളുടെയും ഒരു സമുചിത സങ്കലനത്തിൻ്റെ പേരാകുന്നു. സ്വാതന്ത്ര്യവും ഭരണകൂട ഇടപെടലും പരസ്പരം ഉചിതമായ നിലയിൽ സമ്മിളിതമായിരിക്കണം. രണ്ടും പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അതായത് ഇസ്ലാം ലോകത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന സമ്പദ് വ്യവസ്ഥിതിയിൽ ഒരു പരിധിവരെ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളുമുണ്ട്, ഒരു പരിധിവരെ വ്യക്തി സ്വാതന്ത്ര്യവും അതിൽ അനുവദിച്ചിട്ടുണ്ട്. ഇവ രണ്ടിൻ്റെയും സമുചിതമായ സങ്കലനത്തിൻ്റെ പേരാണ് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ.
വ്യക്തി സ്വാതന്ത്ര്യം വെച്ചതിന്റെ കാരണം മനുഷ്യൻ ആഖിറത്തിലേക്കുള്ള മൂലധനം സ്വരുക്കൂട്ടാൻ വേണ്ടിയാണ്. അവർക്കുള്ളിൽ പരസ്പര മത്സരത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ത്വര ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കേവലം ഭൗതികമായ മുന്നേറ്റം മാത്രമല്ല, മറിച്ച് പരലോകത്തിന് വേണ്ടിയും നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറാനും നന്മകൾ വർദ്ധിപ്പിക്കാനും മത്സരബുദ്ധിയാ മുന്നേറേണ്ടതാണ്. തുടർന്ന് പറയുന്നു, ഭരണകൂടത്തിന്റെ ഇടപെടൽ വെച്ചതിന്റെ കാരണം എന്തെന്നാൽ ആർക്കും തന്നെ തങ്ങളുടെ സാധു സഹോദരങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് മനുഷ്യകുലത്തെ നാശത്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഭരണകൂടത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് കരുതുന്നത്. അതോടൊപ്പം മത്സരിക്കാനും പരലോക ജീവിതത്തിന് വേണ്ടി ഉള്ള സമ്പാദ്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യം നിലനിർത്തുകയും ചെയ്യുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിന് പകരം അത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ എല്ലാ നിലക്കും സംരക്ഷിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഐച്ഛിക സേവനങ്ങൾ മുഖേന പരലോക ജീവിതത്തിന് വേണ്ട സാമഗ്രികൾ ഒരുക്കാൻ കഴിയുന്നതാണ്. മത്സരബുദ്ധി വർദ്ധിക്കുന്നതോടൊപ്പം ഭൗതികമായ തലവും വളരെ വിശാലമാകുന്നതാണ്. സർക്കാരിന്റെ ഇടപെടലും നിലനിർത്തിയിരിക്കുന്നു. അങ്ങനെ വ്യക്തിപരമായ ദൗർബല്യം കാരണം സമ്പത്തിന്റെ അടിത്തറ അന്യായവും അനീതിയുമാകാതിരിക്കാനും ശ്രദ്ധിച്ചിരിക്കുന്നു. മനുഷ്യകുലത്തിന്റെ പുരോഗതിക്കുള്ള ഒരു വഴിയും അടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. ഹുസൂർ തന്റെ പ്രഭാഷണത്തിന്റെ 2ാം ഭാഗത്ത് കമ്മ്യൂണിസത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് മതപരവും സാമ്പത്തികപരവും രാഷ്ട്രീയപരമായ വീക്ഷണങ്ങളെയും കർമ്മങ്ങളെയും കുറിച്ച് വിശദമായി അവലോകനം ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം ബൈബിളിലെ ഒരു മഹത്തായ പ്രവചനത്തിന്റെ ഉറുദു ടെക്സ്റ്റ് കേൾപ്പിച്ചതോടൊപ്പം തന്നെ ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൻ്റെയും അതുപോലെ തൻ്റെയും പ്രവചനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹസരത്ത് മുസ്ലിമോദിന്റെ ഈ പ്രഭാഷണം ഉന്നത വൈജ്ഞാനിക മേഖലകളിൽ ഒരു കോളിളക്കമുണ്ടാക്കി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ തരത്തിലും അനിതര സാധാരണമായ വിജയങ്ങൾ കരസ്ഥമാക്കിയത്. ഈ പ്രഭാഷണം സദസ്യർ വളരെ ശ്രദ്ധാപൂർവം കേട്ടു. പ്രഭാഷണം കഴിയുന്ന അത്രയും നീണ്ട നേരം ശിരസുകൾക്ക് മീതെ, തങ്ങളുടെ തലക്ക് മീതെ പക്ഷികൾ വന്നിരിക്കുന്ന അവസ്ഥയിലാണ് ആളുകൾ ഉണ്ടായിരുന്നത്. തുടർച്ചയായി 2.5 മണിക്കൂറോളം പ്രഭാഷണം നീണ്ടു. ഒരു പ്രൊഫസർ ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് തൽപരരായ ചില വിദ്യാർത്ഥികൾ തങ്ങൾ ഇസ്ലാമിക സോഷ്യലിസത്തിന്റെ വക്താക്കളായി മാറിയിരിക്കുന്നു, ഇനി അതാണ് ശരിയായത് എന്ന് ഏറ്റുപറയുകയുണ്ടായി. യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള MA വിദ്യാർത്ഥികളിൽ ചിലർ ഹുസൂറിന്റെ ഈ പ്രഭാഷണം യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർമാർക്ക് ഇംഗ്ലീഷിൽ അതിന്റെ തർജ്ജമ ചെയ്ത് എത്തിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അക്കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരുടെ ഭരണമായിരുന്നതിനാൽ അധികവും ഇംഗ്ലീഷ് പ്രൊഫസർമാരായിരുന്നു, ഇംഗ്ലണ്ടുകാരായിരുന്നു. കൂടാതെ അവർ പറഞ്ഞു, ഇന്ത്യയുടെ ഭാവി പുരോഗതിക്ക് വേണ്ടിയുള്ള വിവിധ സ്കീമുകൾ ജനങ്ങളിൽ നിന്ന് സമർപ്പിക്കുമ്പോൾ ഹുസൂർ സമർപ്പിച്ച ഇസ്ലാമിക സംവിധാനവും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വഹിക്കുന്നതാണ്. ഈ പ്രഭാഷണത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ലാഹോർ ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റായ മിസ്റ്റർ രാംചന്ദ് മജന്ദ സാഹിബായിരുന്നു. പറയുന്നു, ആ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതുന്നു: ഈ മഹത്തായ പ്രഭാഷണത്തിന് ശേഷം അധ്യക്ഷനായ ലാല രാംചന്ദ് മജന്ദ സാഹിബ് ഒരു ഹ്രസ്വഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഇത്ര വിലപ്പെട്ട ഒരു പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞത് എൻ്റെ സൗഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അഹമ്മദിയ പ്രസ്ഥാനം പുരോഗതി പ്രാപിക്കുന്നു എന്നതും വളരെ പ്രകടമായ പുരോഗതിയാണ് അവർ നേടുന്നത് എന്നും എന്നിൽ സന്തോഷമുളവാക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ കേട്ട പ്രഭാഷണത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ നേതാവ് വളരെ വിലയേറിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ പ്രഭാഷണം എനിക്ക് ഒരുപാട് നേട്ടം നൽകി. നിങ്ങളും ഇതിൽ നിന്നും വിലയേറിയ അറിവുകൾ നേടി എന്ന് ഞാൻ കരുതുന്നു. ഈ സമ്മേളനത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളും പങ്കെടുക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. തുടർന്ന് പറയുന്നു, ഇസ്ലാമിന്റെ നിയമങ്ങൾ കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും അമുസ്ലിങ്ങളെ അതൊന്നും പരിഗണിച്ചിട്ടേ ഇല്ല എന്നും എനിക്കുണ്ടായിരുന്ന മുൻ ധാരണ തെറ്റാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഇന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ നേതാവിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ ഇസ്ലാമിന്റെ അധ്യാപനം എല്ലാ ജനങ്ങൾക്കും തുല്യമായ അധ്യാപനം നൽകുന്നു, തുല്യമായി അഭിസംബോധന ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് ഏറെ സന്തോഷം പകരുന്നു. ഞാൻ ആ മുസ്ലിം സുഹൃത്തുക്കളോട് പറയുകയാണ്, ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് തടസ്സം? നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി 2.5 മണിക്കൂർ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രഭാഷണം ശ്രവിക്കുന്നത് ഏതെങ്കിലും യൂറോപ്യൻ കാണുകയാണെങ്കിൽ ഇന്ത്യക്കാർ ഇത്രമാത്രം അഭിവൃദ്ധിപ്പെട്ടോ എന്ന കാര്യത്തിൽ അയാൾ അത്ഭുതം കൂറുന്നതാണ്. അവലോകനം ചെയ്ത വ്യക്തി ഇപ്രകാരം തുടർന്ന് എഴുതുന്നു: പ്രഭാഷണം ശ്രവിച്ച അധികം പേരും അതിനെ വാഴ്ത്തി പറഞ്ഞു. വിശ്വാസകാര്യത്തിൽ തങ്ങൾക്ക് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഭായി വിയോജിപ്പുണ്ടെങ്കിലും തങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വേറൊരു വിശ്വാസമാണ് അദ്ദേഹം വച്ചു പുലർത്തുന്നതെങ്കിലും ഈ യാഥാർത്ഥ്യം പക്ഷെ നിഷേധിക്കാനാവില്ലെന്ന് ഒരു വലിയ വിഭാഗം പേരും സമ്മതിക്കുന്നു. വിശ്വാസപരമായ ഭിന്നതയുണ്ടായിട്ടും അവർ ഇക്കാര്യം അംഗീകരിക്കുകയാണ്. പറയുന്നു,
ആധുനിക കാലത്ത് ഇന്ത്യയിലെ മികച്ച പണ്ഡിതനാണ് താങ്കൾ എന്ന കാര്യം ഞങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ ജ്ഞാനവിജ്ഞാനങ്ങളെ ഇസ്ലാമിൻ്റെ വിമർശകർ പോലും അതിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയുടെ ശ്രേഷ്ഠത സമ്മതിക്കുകയും സോഷ്യലിസത്തിൻ്റെ വക്താക്കൾ അതിൻ്റെ പോരായ്മകളെ അംഗീകരിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്ന തരത്തിൽ യൂറോപ്പിൻ്റെ സാമ്പത്തിക തത്വശാസ്ത്രത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഒരാളും ഇന്നേ വരെ അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മൗലവി ഷേർ അലി സാഹിബ് പറയുന്നു, ഇനിയും നിങ്ങൾ കമ്മ്യൂണിസത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ ശാപം എന്ന് പ്രഭാഷണത്തിന് ശേഷം ചില അനഹമ്മദി യുവാക്കൾ പരസ്പരം പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി. അതുപോലെ മുമ്പും വിവരിച്ച ഒരു പ്രൊഫസർ വിവരിച്ചതാണ്. ഒരു പ്രൊഫസർ അത് കേട്ട് പൊട്ടിക്കരിയുകയുണ്ടായി. സമയക്കുറവ് കാരണം ഹുസൂറിന്റെ വിഷയത്തിൽ സമസ്ത തലങ്ങളെക്കുറിച്ചും അഭിപ്രായം പ്രകടിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് വിഷയത്തിന്റെ മറ്റു തലങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം കൂടി നടത്താൻ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അള്ളാഹു ഹുസൂറിന് നൽകിയ ജ്ഞാനം കൊണ്ട് ജനങ്ങൾക്ക് തങ്ങളുടെ ജ്ഞാനദാഹം ശമിപ്പിക്കാം എന്ന ധാരണയാൽ അദ്ദേഹം ബാഹ്യവും ആന്തരികവുമായ ജ്ഞാനങ്ങളാൽ നിറക്കപ്പെട്ടിരുന്നു. ലാഹോർ ഇസ്ലാമിയ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ സയ്യിദ് അബ്ദുൽ ഖാദിർ സാഹിബ് MA ചരിത്ര വിഭാഗത്തിന്റെ തലവനാണ്. അദ്ദേഹം ലാഹോറിലെ ഇസ്ലാമിയ കോളേജിൽ വെച്ച് ഇസ്ലാമും സോഷ്യലിസവും എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന പ്രഭാഷണത്തെ സംബന്ധിച്ച് സൺറൈസ് പത്രത്തിൽ ഒരു കുറിപ്പ് അദ്ദേഹം നൽകുകയുണ്ടായി. അതിൽ പ്രകാരം എഴുതുന്നു: ഇസ്ലാമിന്റെ സമ്പദ്ഘടനയും കമ്മ്യൂണിസവും എന്ന വിഷയത്തെ സംബന്ധിച്ച് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് സാഹിബിന്റെ പ്രഭാഷണം കേൾക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മറ്റ് പ്രഭാഷണങ്ങളെ പോലെ ഈ പ്രഭാഷണവും പണ്ഡിത ലോകത്തെ പ്രബുദ്ധമാക്കുന്നതും ജ്ഞാനവിജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായിരുന്നു. ദേവദത്തമായ വാസനകൾക്കുടമയാണ് മിർസ സാഹിബ്. ഈ വിഷയത്തിന്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. ഒരു ഡിഗ്രിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ഗവേഷണവും നടത്തിയിരുന്നില്ല. ദൈവം പക്ഷെ അദ്ദേഹത്തെ നേരിട്ട് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിലമതിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ വിവർത്തനങ്ങളും വിവിധ ഭാഷകളിൽ നിർവഹിക്കപ്പെട്ടു. വിവർത്തനങ്ങൾ വായിച്ചുകൊണ്ട് വിദേശ മാധ്യമങ്ങളും അഭ്യസ്ത വിദ്യരും ഇതിനെ ശ്ലാഘിക്കുകയുണ്ടായി. സ്പെയിനിലെ സുപ്രീം ട്രിബ്യൂണലിന്റെ പ്രസിഡന്റ് SYD ജോസ് കാസ്റ്റൻ ഇത് വായിച്ചതിന് ശേഷം മൗലവി കറമിലാഹി സാബ് സഫറിന് ഇപ്രകാരം എഴുതി: താങ്കളുടെ കത്ത് ലഭിച്ചതിൽ നന്ദി. അതിനോടൊപ്പം ഒരു ഒന്നാന്തരം ഗ്രന്ഥവും ഉണ്ടായിരുന്നു. അത് വായിച്ചതോടെ എൻ്റെ ആത്മാവിൽ ഉന്നതവും ഉദാത്തവുമായ പ്രഭാവം ചെലുത്തി. സ്പെയിനിന്റെ അകത്തും പുറത്തും അള്ളാഹു താങ്കൾക്ക് മികച്ച വിജയങ്ങൾ നൽകുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാകും. സമകാലിക സംഭവങ്ങളെ സംബന്ധിച്ച് താല്പര്യമുണർത്തുന്ന ഗ്രന്ഥമാണത്. ഹജരത്ത് മുസ്ലിം മൗദ് വഫാത്തായപ്പോൾ ശ്രീനഗറിലെ രോഷ്നി പത്രം 1965 നവംബർ 11 ഇപ്രകാരം എഴുതി: ഓൾ ഇന്ത്യ കശ്മീർ കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡന്റ് ജനാബ് മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദിന്റെ വഫാത്ത് പറയുന്നു. അദ്ദേഹം മഹാപണ്ഡിതനും ചിന്തകനുമായിരുന്നു. പ്രസംഗത്തിൽ അദ്ദേഹത്തോളം പാഠവുമുള്ളവർ വിരളമാണ്. ഒരു സദസ്സിൽ വച്ച് തന്നെ ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രം, ഇസ്ലാമിൻ്റെ നവലോകക്രമം എന്നീ ഗഹനമായ വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത പ്രഭാഷണങ്ങൾ ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട് ജനസ്വീകാര്യത നേടുകയുണ്ടായി. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജ് സർ മുഹമ്മദ് സഫറുല്ല ഖാൻ സാഹിബും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് അറിയുമ്പോൾ അദ്ദേഹം എത്രമാത്രം ജ്ഞാനിയും മഹാനുമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ആ മഹത് വ്യക്തിയുടെ സൽഗുണങ്ങളുടെ സുന്ദര രൂപം പ്രകടമാണ്. ഒരു വ്യക്തിയിൽ വളരെ വിരളമായി മാത്രം കാണപ്പെടുന്ന ഗുണഗണങ്ങളാണവ. ബാഹ്യവും ആന്തരികവുമായ ജ്ഞാനങ്ങളുടെ ഉറവിടവുമാണ്. നോക്കൂ, അന്യരും ഇത് ഏറ്റു പറയുകയാണ്. ചിന്തയുടെയും കർമ്മത്തിന്റെയും മേഖലയിൽ ഒരുപോലെ പോരാടിയ മഹത് വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം ദിക്റിലും ചിന്തകളിലുമാണ് കഴിഞ്ഞുപോയത്. കർമ്മ മേഖലയിൽ അദ്ദേഹം നിശ്ചയദാർഢ്യം പുലർത്തിയ നേതാവുമായിരുന്നു. തുടർന്ന് പറയുന്നു: ഓരോ കശ്മീരിയും ജനാബ് മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് സാഹിബിനെ ഹൃദയാത്മന വാഴ്ത്തുന്നു. എന്തെന്നാൽ കശ്മീർ മോചന ഉദ്യമങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. 1931 കാശ്മീരിന്റെ മോചന ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരു ഓൾ ഇന്ത്യ കശ്മീർ കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. ഈ പദ്ധതി വളർന്ന് ലോകത്തിന്റെ നാലുപാടും അതിന്റെ ശബ്ദം എത്തിയത് അദ്ദേഹത്തിന്റെ പ്രയത്ന ഫലമായിരുന്നു. വെംബ്ലെ കോൺഫറൻസ് ജമാഅത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ പ്രബന്ധം അതിൽ വായിക്കപ്പെട്ടു. ആ സദസ്സിൽ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം. പ്രബന്ധം വായിച്ചു തീർന്നപ്പോൾ അധ്യക്ഷൻ ചുരുങ്ങിയ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഇതിലൊന്നും തന്നെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. പ്രബന്ധം എത്ര സുന്ദരവും മനോഹരവുമാണെന്ന് അത് സ്വയം ബോധ്യപ്പെടുത്തിയിരുന്നു. ഇദ്ദേഹം ഇംഗ്ലീഷുകാരനായിരുന്നു. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും സദസ്യരുടെ ഭാഗത്തു നിന്നും പ്രബന്ധം മനോഹരമായി ക്രമീകരിച്ചതിനും ദാർശനിക നിലവാരം പുലർത്തിയതിനും ഉന്നതമായ സമർത്ഥന രീതി അവലംബിച്ചതിനും ഖലീഫത്തുൽ മസീഹിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു.
സദസ്യരുടെ മുഖങ്ങൾ എൻ്റെ ഈ വാക്കുകളോട് താദാത്മ്യം പുലർത്തുന്നു. അവർക്ക് വേണ്ടി ഞാൻ നന്ദി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരുടെ സൽഭാവനകളെ ഞാൻ എൻ്റെ വാക്കുകളിൽ പ്രകടിപ്പിച്ചു എന്ന് മാത്രം. ശേഷം ഹുസൂറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, പ്രഭാഷണ വിജയം കരസ്ഥമാക്കിയതിൽ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് വായിക്കപ്പെട്ട പ്രബന്ധങ്ങളിൽ താങ്കളുടേത് മികച്ചു നിന്നു. ഒരു റിപ്പോർട്ടർ പ്രകാരം എഴുതുന്നു, ഒരാൾ ഹുസൂറിന്റെ സമക്ഷം വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ 30 വർഷം ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥിതിയും അവരുടെ വാദങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു മിഷണറി ആയിട്ടാണ് ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മുമ്പെങ്ങും എവിടെയും ഞാൻ കേട്ടിട്ടില്ലാത്തത്ര മനോഹരവും വ്യക്തവും സൂക്ഷ്മവുമായിട്ടാണ് താങ്കൾ ഇന്ന് വിഷയം അവതരിപ്പിച്ചത്. ഈ വിഷയം ചിന്തയുടെയും വിഷയക്രമത്തിൻ്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചു. ഇതുപോലുള്ള അനേകം നല്ല പ്രതികരണങ്ങൾ ഉണ്ട്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ അനവധിയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സമർപ്പിച്ചത്. ഡമാസ്കസിലെ ഫത്തുൽ അറബ് പത്രത്തിന്റെ ഒരു ഉദ്ധരണി നൽകാം. 1924 ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി യൂറോപ്പിൽ ചെന്നപ്പോൾ വഴിമധ്യ അറബി രാജ്യങ്ങളിലും താമസിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അറബി രാഷ്ട്രങ്ങളിലെ മാധ്യമങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ പ്രസിദ്ധീകരിച്ചു. ദിമഷ്കിലെ ഫത്തുൽ അറബ് എന്ന പത്രം 1924 ആഗസ്റ്റ് ലക്കത്തിൽ എഴുതുന്നു, ഈ ഖലീഫ സാഹിബിന് 40 വയസ്സ് പ്രായമുണ്ട്. മുഖത്ത് കറുത്ത് നീണ്ട താടി, ഗോതമ്പ് നിറമുള്ള മുഖം, കുലീനതയും പ്രതാപവും മുഖത്ത് തുടിച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളും ബുദ്ധിവൈഭവവും യുക്തിബോധവും അസാധാരണമായ ജ്ഞാനവിജ്ഞാനവും വിളിച്ചോതുന്നു. മഞ്ഞുപോലെ വെളുത്ത നിറമുള്ള തലപ്പാവ് ധരിച്ച് ആ മഹത് വ്യക്തിയുടെ മുഖത്ത് ബുദ്ധിപരമായ ഈ കഴിവുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ അറിയുന്ന വ്യക്തിയുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അദ്ദേഹം തൻ്റെ ദൃഷ്ടികളാൽ നിങ്ങളെ അളക്കുന്നു, നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ മന്ദഹാസം വിരിയുന്നു. ശേഷം ഹദരത്ത് മുസ്ലിം മൗദിനെ സംബന്ധിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരി സദാ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും പുഞ്ചിരി തൂകിയിരിക്കും. ശേഷം വായനക്കാരോടായി പറയുന്നു, ഈ അവസ്ഥ നിങ്ങൾ കാണുമ്പോൾ പ്രസ്തുത പുഞ്ചിരിയിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ പിറകുള്ള അർത്ഥവും അതിൻ്റെ മഹത്വവും കണ്ട് നിങ്ങൾ അമ്പരപ്പെടുന്നതാണ്. ഇതുപോലെ കുറച്ചോ കൂടുതലായി അദ്ദേഹത്തോടൊപ്പം സഹവസിക്കാൻ സന്ദർഭം ലഭിച്ച മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ ഏറെയുണ്ട്. സമയക്കുറവ് കാരണം അല്പം മാത്രം ഉദ്ധരിക്കുന്നുള്ളൂ. ഞാൻ മുമ്പും പറഞ്ഞതുപോലെ ഒരുപാട് മാറ്ററുകളുണ്ട്. ഉള്ളത് തന്നെ അവതരിപ്പിച്ചത് തന്നെ സംഗ്രഹിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ചേർത്തിട്ടില്ല. പ്രവചനത്തിൽ വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാം വിവരിച്ച സംഗതികൾ എന്നല്ല, അള്ളാഹു അദ്ദേഹത്തെ കാര്യങ്ങൾ എന്ന് വേണം പറയാൻ. അത് ഹസരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് മുസ്ലിം മൗദിൽ പുലർന്നിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ജ്ഞാനവിജ്ഞാനങ്ങളെ കിടപിടിക്കാൻ എത്ര വലിയ പണ്ഡിതന്മാർക്കും സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം നൽകിയ ലിറ്ററേച്ചർ, സാഹിത്യങ്ങൾ ജമാഅത്തിന്റെ അനർഘനിധിയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ഖുതുബകളും ലേഖനങ്ങളും അധികവും പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ചിലത് പ്രസിദ്ധീകരണ ഘട്ടത്തിലാണുള്ളത്. അവ നാം വായിക്കേണ്ടതാണ്. വിവർത്തന ദൗത്യവും ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവയും ഉടനെ ലഭ്യമാകും. ഇംഗ്ലീഷിൽ കുറേയൊക്കെ നടന്നിട്ടുണ്ട്, നടക്കുന്നുമുണ്ട്. അതായത് ചെറിയ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകൃതമായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു നമുക്ക് ഈ വിജ്ഞാനത്തിൽ നിന്നും ദൈവിക ജ്ഞാനത്തിൽ നിന്നും ഫലമെടുക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر